എപ്പോഴാണ് നമുക്കൊരു ലോൺ ആവശ്യമായിട്ട് വരാറുള്ളത്? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ, ഒരു വീട് വാങ്ങാൻ, ഒരു കാറ് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ, ലക്ഷ്വറി ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ലോണ് ക്ലിയർ ചെയ്യാൻ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ലോൺ വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിനെ സമീപിക്കുന്നു, ലോണ് തരുന്ന ആൾ നമ്മുടെ അടുത്ത് പറയുന്നു, ഇവിടെ ഒപ്പിട്ടോളൂ, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നമുക്ക് ലോൺ അനുവദിക്കാം. അവരെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളോട് ഒപ്പിടാൻ പറയുന്നു. ആ ഒപ്പിടാൻ പറയുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? EMI 5000 രൂപ മാത്രമല്ലേ ഇപ്പോൾ EMI ഉള്ളൂ. എക്സാമ്പിളിന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വെരി കംഫർട്ടബിൾ. കാരണം 30,000 രൂപ ശമ്പളമൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു 5000 രൂപ EMI എന്നൊക്കെ പറയണത് ഫൈനാണ്. നമുക്കതൊരു ഭാരമായിട്ട് തോന്നില്ല. പക്ഷേ നിങ്ങളവിടെ പണയം വെക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ കൂടിയാണെന്നുള്ളത് നിങ്ങൾ മറക്കുന്നുണ്ട്. അതായത് ഫ്യൂച്ചറും നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ ജീവിതവും എല്ലാം നിങ്ങളവിടെ പണയം വെക്കുകയാണ്. അതെല്ലാം കൂടിയാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ചിന്തിക്കും 5000 രൂപയിലുള്ളൂ, ഈസിയാണെന്ന്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറുകയാണ്. നമ്മുടെ ജീവിത ശൈലികൾ മാറുകയാണ്, ജീവിതത്തിലെ ആവശ്യങ്ങൾ മാറുകയാണ്, ആകസ്മികമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ, ചെലവുകൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരവസ്ഥയിലല്ല പിന്നെ കാര്യങ്ങൾ പോവുക. ഈ 5000 രൂപ കൊടുത്ത് മിച്ചം ഉണ്ടാകുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നടക്കുന്നൊരു പരിപാടിയല്ല. കഷ്ടപ്പാട് നിങ്ങൾ അവിടെ ആരംഭിക്കും. ഈ 5000 സേവ് ചെയ്താൽ വല്ലതും നടക്കുമോ എന്നുള്ളത് ചിന്തിച്ചാൽ ഒരു അന്തവും കുന്തവുമില്ല. പക്ഷേ നിങ്ങൾക്ക് തികയില്ല. നിങ്ങളുടെ ബാക്കിയുള്ള 25,000 വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും.